ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 20 ബൈബിൾ ക്വിസ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശുവിന്റെ കല്ലറയ്ക്കൽ ചെന്നതാര്? മഗ്ദലക്കാരത്തി മറിയ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ യേശുവിന്റെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ മഗ്ദലക്കാരത്തി മറിയ എന്താണ് കണ്ടത്? കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. യേശുവിന്റെ ഒഴിഞ്ഞ കല്ലറ മറിയ ആദ്യമായി കണ്ടത് ഏത് ദിവസമാണ്? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ട് മഗ്ദലക്കാരത്തി മറിയ ഓടി ആരുടെ അടുക്കലാണ് ചെന്നത്? ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ. ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്ന് മഗ്ദലക്കാരത്തി മറിയ പറഞ്ഞതെന്ത്? കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന്. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്ന് മഗ്ദലക്കാരത്തി മറിയ പറഞ്ഞപ്പോൾ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കൽ എത്തിയത് ആരാണ്? യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ. യേശുവിന്റെ കല്ലറയിൽ മറ്റേ ശിഷ്യൻ കുനിഞ്ഞു നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ശീലകൾ കിടക്കുന്നത് കണ്ടു. ആരാണ് ആദ്യം കല്ലറയിൽ കടന്നത്? ശീമോൻ പത്രോസ്. യേശുവിന്റെ കല്ലറയിൽ ശീലകളോടൊപ്പം ശീമോൻ എന്താണ് കണ്ടത്? അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറെ ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. ആദ്യം കല്ലറയ്ക്കൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തു ചെന്നപ്പോൾ ഒഴിഞ്ഞ കല്ലറ കണ്ടതിന്റെ ഫലമായി എന്തു ചെയ്തു? കണ്ട് വിശ്വസിച്ചു. ശിഷ്യന്മാർ ഒഴിഞ്ഞ കല്ലറ കണ്ടതുവരെ എന്ത് അറിഞ്ഞില്ല? അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത്. ഒഴിഞ്ഞ കല്ലറ കണ്ടതിന് ശേഷം ശിഷ്യന്മാർ പിന്നീട് എവിടെയാണ് പോയത്? വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്ന മറിയ കരയുന്നതിനിടയിൽ എന്തു ചെയ്തു? കല്ലറയിൽ കുനിഞ്ഞു നോക്കി. കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്ന മറിയ കല്ലറയിൽ കുനിഞ്ഞു നോക്കിയപ്പോൾ ആരെയാണ് കണ്ടത്? അവർ എങ്ങനെ ഇരുന്നു? യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ മറിയയോട് ചോദിച്ചതെന്ത്? സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാരോട് മറിയ പറഞ്ഞതെന്ത്? എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന്. മഗ്ദലന മറിയ യേശുവിന്റെ കല്ലറയിൽ നിന്ന് പിന്നോക്കം തിരിഞ്ഞപ്പോൾ ഒരാളെ കണ്ടു. അവൾ അത് ആരെ എന്ന് അറിഞ്ഞില്ല താനും. അത് ആരായിരുന്നു? യേശു ആയിരുന്നു.
യേശു മഗ്ദലന മറിയയോട് എന്ത് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു? സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. മഗ്ദലന മറിയ യേശുവിനെ കല്ലറയിൽ കണ്ടപ്പോൾ ആരാണെന്ന് നിരൂപിച്ചു. തോട്ടക്കാരൻ ആണെന്ന് നിരൂപിച്ചു. മറിയ തോട്ടക്കാരനോട് എന്താണ് ചോദിച്ചത്? നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അത് ഒരു തോട്ടക്കാരനല്ല, ഉയർത്തെഴുന്നേറ്റ യേശുവാണെന്ന് മറിയ മനസ്സിലാക്കിയപ്പോൾ അവൾ അവനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? റബ്ബൂനി എന്ന് അഭിസംബോധന ചെയ്തു. റബ്ബൂനി എന്ന എബ്രായ പദത്തിന്റെ അർത്ഥമെന്താണ്? ഗുരു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്തു പറയണമെന്നാണ് മറിയയോട് പറഞ്ഞത്? എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന്. മഗ്ദലക്കാരത്തി മറിയ ശിഷ്യന്മാരോട് അറിയിച്ചതെന്ത്? താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് വാതിൽ അടച്ചിരുന്നതെന്തുകൊണ്ട്? യഹൂദന്മാരെ പേടിച്ച്. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് ഏത് വാക്കുകളോടെയാണ് അവരെ വന്ദിച്ചത്? നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവർക്ക് എന്താണ് കാണിച്ചത്? കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. ശിഷ്യന്മാർ വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവരോട് എന്താണ് പറഞ്ഞത്? പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. യേശു ശിഷ്യന്മാരുടെ മേൽ ഊതി അവരോട് എന്ത് കൈക്കൊള്ളുവീൻ എന്നാണ് പറഞ്ഞത്? അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്നു പറഞ്ഞു. ശിഷ്യന്മാരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്ത് ചെയ്യാനാണ് അവർക്ക് അധികാരം കൊടുത്തത്? ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. യേശു കുരിശുമരണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ആര് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല? ദിദിമോസ് എന്ന തോമസ്. ശിഷ്യന്മാർ ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ എന്ത് ചെയ്തിട്ടല്ലാതെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കയില്ല എന്നാണ് തോമസ് പറഞ്ഞത്. അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ അവരോടുകൂടെ ആരുണ്ടായിരുന്നു? തോമസ് ഉണ്ടായിരുന്നു.
8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക എന്ന് പറഞ്ഞതിന് ശേഷം യേശു തോമാസിനോട് പറഞ്ഞതെന്ത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞപ്പോൾ തോമാസ് യേശുവിനോട് ഉത്തരം പറഞ്ഞതെന്ത്? എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്ന് തോമാസിനോട് പറഞ്ഞതിന് ശേഷം ആരെ ഭാഗ്യവാൻ എന്നാണ് യേശു പറഞ്ഞത്? കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ ഇത് എഴുതിയിരിക്കുന്നത് എന്തിനാണ്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.